ഇന്ന് നമുക്ക് കുറച്ച് നാടൻ അയില കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസം മീൻ കിട്ടാത്ത ഇന്നാണ് കിട്ടിയത്. ഇനിയിപ്പം കുറച്ച് എടുക്കുകയും വേണം, കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. എന്നിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണമെങ്കിൽ. പിന്നെ ഈ ഒരു ചുവന്ന മീനും കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാകുക. അതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അയില കറി തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നുണ്ട്. കുറച്ച് പുളിയും മുളകും ഇടണം. പുളിയും മുളകിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ ഈ മീൻ പൊരിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കറിയും വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം മുറിച്ചിട്ട് കുറച്ച് ഫ്രിഡ്ജിലും വെക്കും, കുറച്ച് നമുക്ക് ഇന്ന് എടുക്കാനും വേണം. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ റെസിപ്പി. കുറച്ച് ഫ്രൈയും ചെയ്യും, അതേപോലെ അയിലയും കുറച്ച് ഫ്രൈ ചെയ്യണം. അങ്ങനെ മീനെല്ലാം ഞാനിവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം. തേങ്ങ അരച്ചിട്ടും വെക്കുന്നുണ്ട്, അതേപോലെ ഫ്രൈ ചെയ്തിട്ടും വെക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യേണ്ട മീനെല്ലാം ഞാനിവിടെ പുരട്ടി വെക്കുന്നുണ്ട്. അതിനു വേണ്ടി ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്, ഉപ്പ് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും മീനിന്. കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം. മസാലയെല്ലാം നന്നായി മിക്സാക്കിയിട്ട് വരണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതേപോലെ ആക്കി കൊടുക്കണം. ഇങ്ങനെ ഞാനിവിടെ മുളകും മഞ്ഞളും ഉപ്പും നാരങ്ങ നീരെല്ലാം നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കിയ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നന്നായി കൈകൊണ്ട് മിക്സാക്കി കൊടുക്കണം. അങ്ങനെ എല്ലാ മീനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മീനെല്ലാം നന്നായി മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതേ മസാലയിൽ തന്നെ നമുക്ക് കറി വെക്കുന്നതും ഇതേപോലെ മസാല പിടിപ്പിച്ച് വെക്കാം. മസാല പിടിപ്പിച്ച് വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ അരച്ച കറിക്കും. അപ്പോൾ ഇതേപോലെ നന്നായി മിക്സാക്കി കൊടുക്കാം. ഓരോന്നായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഇത് മറിച്ചിടാൻ. ഒരു ഭാഗമായി കഴിഞ്ഞാൽ അങ്ങനെ ഇത് ഒരു ഭാഗം നന്നായി ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം നമുക്കിത് മറിച്ചിടാൻ. അങ്ങനെ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ച കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. തേങ്ങ അരച്ച കറിക്ക് വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ അരച്ച കറിയിലേക്ക് വേണ്ടി ഞാനിവിടെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നന്നായി അരച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. ഈ തേങ്ങ തിളച്ച് വന്നാലാണ് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതെല്ലാം പൊടിഞ്ഞു പോകും. ഇതിലേക്ക് ആവശ്യത്തിന് പുളിയും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരണം. ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. താങ്ക് യു.